Hello guys. നമ്മുടെ ഫസ്റ്റ് ഇയർ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ലെക്ചേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെക്ചർ 2 ആണ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ലെക്ചർ പവർ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് പവേർഡ് ബൈ ട്രോൾ KTU. ഓക്കെ, ഇറ്റ്സ് പവേർഡ് ബൈ ട്രോൾ KTU. നമുക്കിനി ഫർദർ ലെക്ചേഴ്സിലേക്ക് പോവാം. ഓക്കെ, മൊഡ്യൂൾ 5 പാർട്ട് 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 5ന്റെ പാർട്ട് 3. അപ്പോൾ മൊഡ്യൂൾ 5നകത്ത് നമുക്ക് ആക്ച്വലി 3 പാർട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പാർട്ട് 2 ഫ്ലൂയിഡ് മെഷീനറി എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 ആണ്. ഓക്കെ, അതായത് പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് എലമെന്ററി ഐഡിയ മാത്രം അറിഞ്ഞാൽ മതി. ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇതിന്റെ സിലബസ് ആണ്. വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ദ സിലബസ് ഓഫ് ദ സബ്ജക്ട്. സോ നമുക്ക് ഇതിനകത്ത് ബേസിക്കലി വരുന്നത് ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ആൻഡ് ഗിയർ ട്രെയിൻസ്, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ്, ഇത്രയും പോർഷൻസിന്റെ വർക്കിംഗ് വിത്ത് സ്കെച്ചസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക്കലി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രോബ്ലംസ് നോട്ട് ഇൻക്ലൂഡഡ് ആണ്. വി ആർ നോട്ട് ഡിസ്കസിങ് എനി പ്രോബ്ലംസ്. അതായത് ഡിസൈൻ പാരാമീറ്റേഴ്സോ അതുപോലെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതില്ല. ഈ ഒരു സബ്ജക്ട് അഡ്വാൻസ് ലെവലില് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ അവർക്ക് S7, S8 2 സെമസ്റ്ററിലായിട്ട് പഠിക്കാനുണ്ട് ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, പ്രോബ്ലംസ്, ഡിസൈൻ പാരാമീറ്റേഴ്സ് എല്ലാം വെച്ച്. സോ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഉള്ളിലേക്ക് കടക്കാം. ഓക്കെ, അപ്പം അതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ള് കാണണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. ഒരു സബ്ജക്ട് തുടങ്ങി വെച്ചിട്ട് നിങ്ങൾ പകുതിക്ക് വെച്ച് പോകുന്നത് എനിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്കെന്നല്ല, ഇപ്പം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം നമുക്ക് ഒരു സബ്ജക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കാണണം എന്നാണ്. കാരണം അതിൻ്റെ ഒരു ടച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകും. അതുകൊണ്ടാണ് ഞാൻ ഫുള്ള് കാണണം എന്ന് നിങ്ങളോട് നിർബന്ധിച്ച് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ നമുക്കിനി തുടങ്ങാം. നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ച് തുടങ്ങാം. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, വെയിറ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നോക്കൂ, പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പവർ ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ് ഓർ ഡിവൈസസ്. നമ്മുടെ PPTക്ക് അത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് പവർ ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ് ഓർ ഡിവൈസസ്. അതായത് നമുക്കൊരു ഷാഫ്റ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റ് നമ്മളൊരു മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മോട്ടറിൽ നിന്ന് വരുന്ന പവറിനെ നമ്മൾ മറ്റൊരു ഷാഫ്റ്റ്, അതായത് ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്തൊരു ഷാഫ്റ്റ് ഉണ്ട്, ഈ ഷാഫ്റ്റിൽ നിന്ന് പവറിനെ മറ്റൊരു ഷാഫ്റ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് നമ്മുടെ പവർ ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ എലമെന്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഇതിനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത് PTE എന്നാണ്, പവർ ട്രാൻസ്മിഷൻ എലമെന്റ്. ഓക്കെ, അതിനകത്ത് നമുക്ക് പവർ കിട്ടുന്നത്, അതായത് മോട്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈവർ ഷാഫ്റ്റ്. അതുപോലെ നമ്മൾ ഈ എന്താ പറയുക പവർ ട്രാൻസ്മിഷൻ എക്യുപ്മെന്റ് എങ്ങോട്ടാണോ പവർ കൊടുക്കുന്നത് ആ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, റോട്ടേറ്റിംഗ് മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ഷാഫ്റ്റ്. അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. ഇപ്പം ഡ്രൈവർ ഷാഫ്റ്റിന്റെ ഒരറ്റത്ത് മോട്ടർ ആയിരിക്കും, മറ്ററ്റത്ത് എന്തായിരിക്കും, ഏതെങ്കിലും ഒരു പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ആയിരിക്കും. ആ പവർ ട്രാൻസ്മിഷൻ എലമെന്റിൽ നിന്ന് നേരെ അടുത്ത ഷാഫ്റ്റിലേക്ക് പോകും. ആ ഷാഫ്റ്റിന്റെ ഒരറ്റത്ത് പവർ ട്രാൻസ്മിഷൻ എലമെന്റ്, അതായത് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് പവർ ട്രാൻസ്മിഷൻ എലമെന്റ്. അതിന്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും, നമുക്ക് എവിടെയാണോ ഈ പവർ കൊണ്ട് എത്തിക്കേണ്ടത് ആ ഒരു സാധനമായിരിക്കും. ഓക്കെ, അപ്പം പവർ ട്രാൻസ്മിഷൻ എലമെന്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്തൊക്കെയാണ്? ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്. അപ്പൊ നിങ്ങൾ ചോദിക്കും
ക്ലച്ച് എന്തുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തില്ല? ക്ലച്ച് ഒരു പവർ ട്രാൻസ്മിഷൻ എലമെന്റ് തന്നെയാണ്, പക്ഷേ ഒരു എന്താ പറയുക, പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ക്ലച്ചിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പവർ ട്രാൻസ്ഫറിങ് മാത്രമല്ല, നമുക്ക് വേണ്ട സമയത്ത് പവർ കൊടുക്കാനും വേണ്ട സമയത്ത് പവർ കൊടുക്കുന്നതിൽ നിന്ന് ഒബ്സ്ട്രക്ട് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്ലച്ച്. അത് ഞാൻ ക്ലച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഇതാണ് നമ്മുടെ ബെൽറ്റ്, നമ്മുടെ ചെയിന്. ബെൽറ്റ് ഇത്, ചെയിൻ ഇതാണ് നമ്മുടെ ഗിയർ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. ബെൽറ്റ്, ചെയിന്, ഗിയർ. ഇതാണ് നമ്മുടെ റോപ്പ്. ഓക്കെ, ഇത് പുള്ളിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തായാലും. ഇനി ഇതിനകത്ത് പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ദ സെലക്ഷൻ ഓഫ് ദ പെർഫെക്റ്റ് പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ഡിപ്പെൻഡ്സ് ഓൺ, ഒന്ന് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ്സ്, അതായത് പവർ കൊടുക്കുന്നത്, പവർ ഏറ്റുവാങ്ങുന്ന ഷാഫ്റ്റും അതുപോലെ പവർ കൊടുക്കുന്ന ഷാഫ്റ്റും, രണ്ട് ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന്. രണ്ടാമത്തത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന പവർ എത്രത്തോളം ഉണ്ട്. മൂന്നാമത്തത് സ്പീഡ് റേഷ്യോ. നാലാമത്തത് ആക്യുറസി. ഓക്കെ, അങ്ങനെ സ്പീഡ് റേഷ്യോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവറിൽ നിന്ന് കിട്ടുന്ന സ്പീഡ് ഉണ്ടല്ലോ, അതായത് ഡ്രൈവർ ഷാഫ്റ്റ് കറങ്ങുന്ന സ്പീഡ് ഇൻ RPM ഡിവൈഡഡ് ബൈ ഡ്രിവൺ ഷാഫ്റ്റ് കറങ്ങുന്ന സ്പീഡ് ഇൻ RPM. ഇതിന്റെ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് സ്പീഡ് റേഷ്യോ. മനസ്സിലായി കാണും. ഡ്രൈവർ ഷാഫ്റ്റ്, അതായത് മോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഷാഫ്റ്റിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ഡ്രിവൺ ഷാഫ്റ്റ്, അതിന്റെ സ്പീഡ്. ഇതിന്റെ റേഷ്യോയാണ് നമ്മൾ സ്പീഡ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷൻ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ബെൽറ്റ് ഡ്രൈവ് ആണ്. പ്രോബ്ലംസ് നോട്ട് ഇൻക്ലൂഡഡ്, ഈ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, നമുക്ക് ബെൽറ്റ് ഡ്രൈവ് നോക്കാം. നമ്മൾ സാധാരണ 15 മീറ്റർ ഡിസ്റ്റൻസ്, അതായത് രണ്ട് ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അതിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. രണ്ട് പവർ ട്രാൻസ്ഫർ ചെയ്യേണ്ട സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ 15 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പുള്ളി എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ പുള്ളി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ആ പുള്ളിയിലാണ് നമ്മൾ ബെൽറ്റിനെ ഇടുന്നത്. ഓക്കെ, നമുക്ക് ബെൽറ്റ് ഡ്രൈവിനകത്ത് തന്നെ 3 തരത്തിലുള്ള ബെൽറ്റ് ഉണ്ട്. ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്, വി ബെൽറ്റ് ഉണ്ട്, റൗണ്ട് ബെൽറ്റ് ഉണ്ട്. ഓക്കെ, ഇനി ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ടു ട്രാൻസ്ഫർ മോഡറേറ്റ് പവർ. ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റും രണ്ടും മോഡറേറ്റ് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധനമാണ്. പക്ഷേ ഫ്ലാറ്റ് ബെൽറ്റ് നമുക്ക് ഇതിനകത്ത് സ്ലിപ്പേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് സ്ലിപ്പിംഗ് ഉണ്ടാവും, ബെൽറ്റിനകത്ത് സ്ലിപ്പിംഗ് ഉണ്ടാവും. അതുകൊണ്ട് വി ബെൽറ്റിനെക്കാളും കുറച്ച് എഫക്റ്റീവ്നെസ് കുറവായിരിക്കും ഫ്ലാറ്റ് ബെൽറ്റിന്. എപ്പോഴും ഒരു എന്താ പറയുക, കമ്പാരിറ്റീവ്ലി ഹയർ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് എപ്പോഴും വി ബെൽറ്റിനാണ്. ഫ്ലാറ്റ് ബെൽറ്റിനെക്കാളും വി ബെൽറ്റിനാണ് കുറച്ചും കൂടെ ഹയർ പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത്. റൗണ്ട് ബെൽറ്റിന് നോക്കുമ്പോൾ എന്താണ് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് റൗണ്ട് ബെൽറ്റിന് തന്നെയാണ്. ഈ വി ബെൽറ്റിന് എന്തുകൊണ്ടാണ് കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ് വെഡ്ജ് ഫ്രിക്ഷൻ. കാരണം ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ ഒരു വെഡ്ജ് ഷേപ്ഡ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് വെഡ്ജ് ഫ്രിക്ഷൻ ഉണ്ടാവും. അത് കാരണമാണ് ഇവിടെ ഉണ്ടാവുന്ന കൂടുതൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഫ്ലാറ്റ് ബെൽറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെഡ്ജ് ഫ്രിക്ഷൻ അല്ല, ജസ്റ്റ് സർഫസ് ടു സർഫസ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കാരണമാണ്. ഇവിടെ വെഡ്ജ് ആണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഈ ബെൽറ്റ് വി ബെൽറ്റ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആണ്. കാരണം അതിനകത്ത് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടെ സ്ട്രോങ്ങർ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓൺ ദ അറേഞ്ച്മെന്റ് ഓഫ് ബെൽറ്റ്. നമുക്ക് 3 തരത്തിലുള്ള അറേഞ്ച്മെന്റ് ഉണ്ട്. ഓപ്പൺ ബെൽറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, ക്ലോസ്ഡ് ബെൽറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്, കോമ്പൗണ്ട് ബെൽറ്റ് അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ ഓരോ ടൈപ്പ് അറേഞ്ച്മെന്റ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഓപ്പൺ ബെൽറ്റ് അറേഞ്ച്മെന്റ് നോക്കൂ. ഇതാണ് ഓപ്പൺ ബെൽറ്റ്. അപ്പം ഞാൻ വിളിച്ചു, ഇതാണ് ഡ്രൈവർ, അതായത് നമ്മുടെ മോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് ആണ്. ഇതാണ്ട് ഷാഫ്റ്റ് കണ്ടോ അടുക്കിയിരിക്കുന്നത്, ഇത് നമ്മുടെ പുള്ളിയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഡ്രിവൺ ഷാഫ്റ്റിന്റെ പുള്ളി, ഇത് നമ്മുടെ ഷാഫ്റ്റ് ഡ്രിവൺ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബെൽറ്റ് ദാണ്ട കിടക്കുന്നു.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇത് ഇതിന്റെ എലവേഷനും ഇത് ഇതിന്റെ പ്ലാനും ആണ്. ടൈറ്റ് സൈഡ്, സ്ലാക്ക് സൈഡ്. എന്താണ് ടൈറ്റ് സൈഡും സ്ലാക്ക് സൈഡും? പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സൈഡാണ് ടൈറ്റ് സൈഡ്. ആക്ച്വലി ടൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ വലിച്ച് പുൾ ചെയ്ത് വിടുന്ന സൈഡാണ് ഈ ടൈറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്ലാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്ത് വിടുന്ന സൈഡാണ്. പുൾ ചെയ്ത് വിടുന്ന സൈഡിലോട്ടാണ് ശരിക്കും പറഞ്ഞ പവർ ഒഴുകുന്നത്. ഇങ്ങനെയാണ് പവർ ഇങ്ങനെയാണ് ഒഴുകുന്നത്. ഓക്കെ, ഈ ടൈറ്റ് സൈഡ് എപ്പോഴും ഡ്രൈവർ വലിക്കുന്ന സൈഡാണ്. ഓക്കെ, ടൈറ്റ് സൈഡ് എപ്പോഴും ടൈറ്റ് ആയിട്ട് നിൽക്കും. സ്ലാക്ക് സൈഡ് എപ്പോഴും ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കുന്ന ഒരു സൈഡാണ് സ്ലാക്ക് സൈഡ്. ഓക്കെ, നമ്മളിപ്പം ക്രോസ് ബെൽറ്റ് എടുത്താലും ഈ ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡ് കാണാൻ പറ്റും. ക്രോസ് ബെൽറ്റിനകത്ത് നമ്മൾ ക്രോസ് ചെയ്താണ് വിടുന്നത്. ക്രോസ് ചെയ്താ വിടുന്നത്, കണ്ടോ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് ഇതിന്റെ എലവേഷൻ ആണ്, ഇത് ഇതിന്റെ പ്ലാൻ ആണ്, മേളിൽ നിന്നുള്ള വ്യൂ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കോമ്പൗണ്ട് ബെൽറ്റ് അറേഞ്ച്മെന്റ് ആണ്. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട് ബെൽറ്റ് അറേഞ്ച്മെന്റ്. നോക്കൂ, ഇതാണ് നമ്മുടെ ഡ്രൈവറിൽ നിന്ന് ബെൽറ്റ് വെച്ച് ഡ്രിവണിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ 3 പുള്ളീസാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ കോമ്പൗണ്ട് ബെൽറ്റ് അറേഞ്ച്മെന്റ് ഒരു സ്പെസിഫിക് യൂസിനാണ് യൂസ് ചെയ്യുന്നത്. ഈ ഓരോ ടൈപ്പ് എന്താ പറയുക ബെൽറ്റ് അറേഞ്ച്മെന്റ്സും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ സ്പെസിഫിക് യൂസിനാണ്. ഓക്കെ, നോക്കൂ, ഇവിടെ നോക്കൂ, ഇതിന് ഇതിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യും. ഇവിടുന്ന് വേറൊരു പുള്ളി വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പവർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോ ടൈപ്പ് അറേഞ്ച്മെന്റ്സും എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ശ്രദ്ധിക്കുക. ഓപ്പൺ ബെൽറ്റ് അറേഞ്ച്മെന്റ് നോക്കൂ. യൂസ് ടു ട്രാൻസ്ഫർ പവർ ഫ്രം ഷാഫ്റ്റ്സ് ആർ 15 മീറ്റർ അപ്പാർട്ട്. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെയാണ്. എപ്പോഴും ഷാഫ്റ്റ്സ് പാരലൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ടൈറ്റ് സൈഡ് സ്ലാക്ക് സൈഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. മോർ ടെൻഷൻ ഉണ്ടാവുന്ന ടൈറ്റ് സൈഡിലും ലെസ് ടെൻഷൻ ഉണ്ടാവുന്ന സ്ലാക്ക് സൈഡിലുമാണ്. ഞാൻ പറഞ്ഞു വലിച്ചു പിടിക്കുന്ന സൈഡാണ് ടൈറ്റ് സൈഡ്, മറ്റേ സൈഡിൽ ഇങ്ങനെ ലൂസായി താങ്ങി തൂങ്ങി നിൽക്കും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമുക്ക് ഡ്രിവണിനെ കറക്കേണ്ടെങ്കിലാണ് നമ്മൾ ക്രോസ്ഡ് ബെൽറ്റ് അറേഞ്ച്മെന്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മെഷീൻ ഷോപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലെയിനിങ് മെഷീൻ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട്. ഈ പ്ലെയിനിങ് മെഷീനിൽ നമ്മൾ ഈ ക്രോസ്ഡ് ബെൽറ്റ് അറേഞ്ച്മെന്റും ഓപ്പൺ ബെൽറ്റ് അറേഞ്ച്മെന്റും രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഹയർ സെമസ്റ്റേഴ്സിൽ നിങ്ങൾ പോകും. അപ്പൊ പോകുമ്പോൾ മെക്കാനിക്കൽ സ്റ്റുഡൻസിന് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്തുകൊണ്ടാണ് ക്രോസ്ഡ് ബെൽറ്റും ഓപ്പൺ ബെൽറ്റും യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, നമ്മൾ പാരലൽ ഷാഫ്റ്റിനകത്ത് തന്നെയാണ് നമ്മൾ ഇതും യൂസ് ചെയ്യുന്നത്. മെയിൻ ഡ്രോബാക്ക് ഈസ് റബ്ബിംഗ് ആക്ഷൻ. ഈ ബെൽറ്റുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് കിടക്കുന്നുണ്ട്, ഇവിടെ റബ്ബിംഗ് ആക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ റബ്ബിംഗ് ആക്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഷാഫ്റ്റ് സെന്റേഴ്സ് 20B ഡിസ്റ്റൻസിൽ ആയിരിക്കണം. 20B ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20B ഡിസ്റ്റൻസ് നമ്മൾ അതിന്റെ ആദ്യം ഡിസ്റ്റൻസ് കണക്കാക്കുക. എന്നിട്ട് ആ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 20B എന്നെടുക്കുക. എന്നിട്ട് B കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ആ B വെച്ചിട്ട് വേണം നമ്മൾ ബെൽറ്റ് മേടിക്കുക. മനസ്സിലായില്ലേ? നമുക്ക് അത്രയും ഡെപ്തിലൊന്നും പോവേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് കുറച്ച് എഴുതാനുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. ആ പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയാൽ മതി. ഓക്കെ, മൂന്നാമത്തത് കോമ്പൗണ്ട് ബെൽറ്റ് അറേഞ്ച്മെന്റ്. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വളരെ വലിയ ഒരു അറേഞ്ച്മെന്റ് ആണ്. അതായത് ഒന്നിൽ നിന്ന് ഡ്രൈവറിൽ നിന്ന് ഡ്രിവണിലേക്ക് പോകും. ആ ഡ്രിവൺ വീണ്ടും ഡ്രൈവറായിട്ട് ആക്ട് ചെയ്തിട്ട് അവിടുന്ന് വേറെ ഡ്രിവണിലേക്ക് കൊടുക്കും. ആക്ച്വലി ഈ ഒരു മൾട്ടി പുള്ളി സിസ്റ്റം യൂസ് ചെയ്യുന്നത് വളരെ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷനിലേക്കാണ്. ഓക്കെ, അതിനാണ് നമ്മൾ സാധാരണ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ സിമ്പിൾ എക്കണോമിക്കലാണ്, വില കുറവാണ്, നമുക്ക് അത്രയും ഒരുപാട് കാശ് ചിലവൊന്നുമില്ല. ദേ ഡോണ്ട് നീഡ് പാരലൽ ഷാഫ്റ്റ്സ്. നമുക്ക് പാരലൽ ഷാഫ്റ്റ്സ് അല്ലാതെ എന്താ പറയുക പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്ന 2 ഷാഫ്റ്റ്, അതായത് കോപ്ലെനാർ അല്ലാത്ത, കോപ്ലെനാർ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിലല്ലാത്ത 2-3 ഷാഫ്റ്റ്സിനെ നമുക്ക് കപ്പിൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പടങ്ങൾ ഞാൻ ഇടണമെന്ന് വിചാരിച്ചാണ്, ഞാൻ മറന്നുപോയി ഇടാൻ. വേണമെങ്കിൽ ഞാൻ പിന്നെ അടുത്ത ലെക്ചറിൽ ഞാൻ വേണമെങ്കിൽ ഇട്ട് നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ഓവർലോഡ് ആൻഡ് ജാം പ്രൊട്ടക്ഷൻ. അതായത് ഇപ്പോൾ ഓവർലോഡ് ആയാലും ആക്ച്വലി സ്ലിപ്പ് എന്ന് പറഞ്ഞ ഫിനോമിനൻ ഉണ്ട്. ഈ സ്ലിപ്പ് കാരണം ഇവിടെ ഓവർലോഡ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, സ്ലിപ്പ് ആയിക്കോളും. ഈ പുള്ളിയുടെ മേളിൽ ബെൽറ്റ് ഇങ്ങനെ സ്ലിപ്പ് ആവും ഓവർലോഡ് ആണെങ്കിൽ. ഓക്കെ, ജാം ആവത്തില്ല ചുമ്മാ. നോയ്സ് ആൻഡ് വൈബ്രേഷൻ ആർ ഡാംഡ് ഔട്ട്. ഇതിനകത്ത് നോയ്സും വൈബ്രേഷൻ ഇങ്ങനെ കുലുങ്ങാനുള്ള വൈബ്രേഷൻസ് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. എപ്പോഴും വൈബ്രേഷനും നോയ്സും ആണ് ഏതൊരു മെഷീൻ എലമെന്റ് അല്ലെങ്കിൽ ഏതൊരു
മെഷീൻസിന്റെയും ഏറ്റവും വലിയ പ്രശ്നം. വൈബ്രേഷൻ നിങ്ങൾക്കറിയാം, വൈബ്രേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെഷീൻ ഫെയിലിയർ വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൺവാണ്ടഡ് ഫിനോമിനൻ ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ലൂബ്രിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പ് കുറെ കൂടെ കൂടത്തേ ഉള്ളൂ. ഓക്കെ, ബെൽറ്റ് ഡ്രൈവ്സ് ആർ ഹൈലി എഫിഷ്യന്റ് ഡ്രൈവ് ആണ്. ദേ ആർ വെരി എക്കണോമിക്കൽ വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ഈസ് വെരി ഹൈ. വളരെ കൂടുതൽ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പവർ ട്രാൻസ്മിഷൻ എലമെന്റ് ആണ് ബെൽറ്റ് ഡ്രൈവ്. അപ്പോൾ നമുക്ക് അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയ ഡിസ്അഡ്വാൻറ്റേജ് ഡിസ്കസ് ചെയ്തില്ലെങ്കിൽ നാണക്കേടാണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. In belt drives, actual velocity ratio is not necessarily constant. അതായത് നമുക്ക് ഒരിക്കലും ഒരു ആക്ച്വൽ വെലോസിറ്റി റേഷ്യോ, ഞാൻ നേരത്തെ പറഞ്ഞു സ്പീഡ് റേഷ്യോ, വെലോസിറ്റി റേഷ്യോ ഇതൊക്കെ സെയിം ആണ്. സ്പീഡ് റേഷ്യോ, വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എല്ലാം സെയിം ആണ്. RPM ഓഫ് ദ ഡ്രൈവർ ഡിവൈഡഡ് ബൈ RPM ഓഫ് ദ ഡ്രിവൺ. ഈ റേഷ്യോ നമ്മുടെ ബെൽറ്റ് ഡ്രൈവിൽ കോൺസ്റ്റന്റ് ആവണമെന്നില്ല. ഓക്കെ, ഇവിടെ ഈ സ്ലിപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ ഏറ്റവും വലിയ പ്രശ്നം. സ്ലിപ്പ് പെർസെൻറ്റേജ് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ ബെൽറ്റ് ഡ്രൈവ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലിപ്പ് പെർസെൻറ്റേജ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഹീറ്റിംഗ് അപ്പ് വളരെ കൂടുതലാണ്. അതുപോലെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എപ്പോഴും ഈ റേഞ്ചിലാണ് നമ്മൾ വെക്കേണ്ട. ഈ ടെമ്പറേച്ചറിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഈ ഒരു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ചിലപ്പം ബെൽറ്റ് കത്തിപ്പോവും. മനസ്സിലായില്ലേ? വളരെ ഹൈ സ്പീഡിലൊക്കെ നമ്മൾ റൺ ചെയ്യുമ്പം ചിലപ്പം ഇതിനപ്പുറമുള്ള ടെമ്പറേച്ചറിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ബെൽറ്റ് കത്തിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, പവർ ട്രാൻസ്മിഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ഐഡിയർ പുള്ളി എന്ന് പറഞ്ഞ പുള്ളിയും കൂടെ വെക്കും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ ഡിസൈനിലോട്ട് വരുമ്പം ആക്ച്വലി കോണ്ടാക്ട് ആംഗിൾ എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ബെൽറ്റ് ഈ പുള്ളിയിൽ പിടിച്ചിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. സാധാരണ അതിനെ 180 ഡിഗ്രി ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. 180 ഡിഗ്രി ആണെങ്കിൽ എഫക്റ്റീവ് ആണ്. അപ്പൊ 180 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ ആക്ച്വലി അവർ പറയുന്നത് എഫക്റ്റീവ് ആയിട്ട് പവർ ട്രാൻസ്മിഷൻ നടക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ കോണ്ടാക്ട് ആംഗിൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഐഡിയർ പുള്ളി നമ്മൾ ആക്ച്വലി ഇതിന്റെ കൂടെ നമ്മൾ ഫിക്സ് ചെയ്യും, ഈ കോണ്ടാക്ട് ആംഗിൾ ഒന്ന് ശരിയാക്കാൻ വേണ്ടി. നിങ്ങൾ അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുക. ഓക്കെ, നമുക്കപ്പോൾ ബെൽറ്റ് ഡ്രൈവ് കഴിഞ്ഞു. നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ ഡ്രൈവ് ആണ്. ഓക്കെ, നമുക്ക് ഇനി ചെയിൻ ഡ്രൈവ് നോക്കാം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പ്രോബ്ലംസ് നോട്ട് ഇൻക്ലൂഡ്. ഓക്കെ, ചെയിൻ ഡ്രൈവിലും നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ രണ്ട് ഷാഫ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിലാണ് നമ്മൾ സാധാരണ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ബെൽറ്റ് ഡ്രൈവിൽ യൂസ് ചെയ്യുന്ന പോലെ അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് ഉള്ള ട്രാൻസ്മിഷൻ നമുക്ക് ചെയിൻ ഡ്രൈവിൽ പോസിബിൾ അല്ല. പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് നമ്മുടെ റോളർ ചെയിൻ എന്ന് പറയുന്നത്. റോളർ ചെയിൻ, നമുക്ക് റോളർ ചെയിൻ ഉണ്ട്, പുഷ് ചെയിൻ ഉണ്ട്. റോളർ ചെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൈക്കിൾ ചെയിൻ, അതാണ് റോളർ ചെയിൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ പുള്ളിയല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റോളർ ചെയിൻ എന്ന് പറഞ്ഞാൽ യൂസ് ടു കോമൺലി ആൻഡ് മാനുഫാക്ചർഡ് വിത്ത് ഹൈ സ്ട്രെങ്ത് മെറ്റീരിയൽ. നമ്മൾ ഇതിനകത്ത് സ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനമില്ല കേട്ടോ. നമ്മൾ നേരത്തെ ബെൽറ്റിൽ ഡിസ്കസ് ചെയ്ത സ്ലിപ്പ് എന്ന് പറഞ്ഞ ഫെനോമിനൻ നമുക്ക് എന്താണ് ചെയിൻ ഡ്രൈവിലില്ല. കാരണം നമുക്ക് ഇവിടെ ബെൽറ്റ് അല്ലല്ലോ, ഇവിടെ പുള്ളി എന്താ പറയാ സ്ലിപ്പ് ആവാനുള്ള ഒരു ഫെനോമിനൻ ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷിംഗ് ആണ് ആക്ച്വലി നടക്കുന്നത്. ചെയിൻ സ്പ്രോക്കറ്റിന്റെ മേളിൽ മെഷ് ആവുകയാണ് ചെയ്യുന്നത്, ലോക്ക് ആവുക ചെയ്യുന്നത്. അപ്പം ഇവിടെ സ്ലിപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇവിടെ റോളർ ഒന്നുമില്ല, പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് പുഷ് ചെയിന്റെ കേസിൽ. അപ്പൊ ഇതാണ് നമ്മുടെ ചെയിന്, ഇതാണ് നമ്മുടെ സ്പ്രോക്കറ്റ്. ഇതാണ് നമ്മുടെ സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സൈക്കിളിന്റെ പെഡലിലും അതുപോലെ ബാക്ക് വീലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം. ഇതിന്റെ ഓരോ ഗ്യാപ്പും, ഇതിനകത്ത് തന്നിരിക്കുന്ന ഓരോ ഗ്യാപ്പും നമ്മുടെ ഇതെന്ന് പറഞ്ഞ സ്പ്രോക്കറ്റിന്റെ ടീത്ത് ആണ്. ഈ ടീത്ത് ഈ ഓരോ ഗ്യാപ്പും പോയി ഹോൾഡ് ചെയ്യും, അതുവഴിയാണ് മെഷിംഗ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇത് നമുക്ക് ചെയിൻ ഡ്രൈവിനകത്ത് ആക്ച്വലി ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ അഡ്വാൻറ്റേജ് ആണ് ബേസിക്കലി വരുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നോൺ സ്ലിപ്പ് ഡ്രൈവ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്ലിപ്പ് ഇല്ല ഇതിനകത്ത്. എഫിഷ്യൻസി ഹൈ ആണ് വെൻ കമ്പയർ ടു നമ്മുടെ ബെൽറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ എഫിഷ്യൻസി കൂടുതലാണ്. എംപ്ലോയിഡ് ഫോർ സ്മോൾ ആസ് വെൽ ആസ് ലാർജ് സെന്റർ ഡിസ്റ്റൻസ് അപ് ടു 8 മീറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. 8 മീറ്റേഴ്സ് വരെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു സേഫ് ലിമിറ്റ് ആണ് ഞാൻ 1 മീറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് നേരത്തെ. 1 മീറ്റർ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതൊരു 1 to 10 മീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. 15 മീറ്റർ ഒക്കെ ആണെങ്കിലാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവിലേക്ക് പോകുന്നത്. പെർമിറ്റ് ഹൈ വെലോസിറ്റി റേഷ്യോ അപ് ടു 8:1. 8:1 റേഷ്യോയിലേക്കൊക്കെ നമുക്ക് വെലോസിറ്റി റേഷ്യോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ട്രാൻസ്മിറ്റ് മോർ പവർ ദാൻ ബെൽറ്റ് ഡ്രൈവ്. ബെൽറ്റ് ഡ്രൈവിനെക്കാളും പവർ കുറച്ചും കൂടെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കാരണം സ്ലിപ്പ് ഇല്ല ഇവിടെ.
സ്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ പവർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. They produce less load on shafts compared to belt drive. Okay, less load. Belt ഡ്രൈവിനെക്കാളും കുറച്ച് ലോഡ് ഇതിനകത്ത് ഷാഫ്റ്റിൽ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ മെയിൻ്റനൻസ് ഈസ് ലോ. ഓക്കെ, പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ് ഷുഡ് ബി ഇൻ പെർഫെക്റ്റ് അലൈൻമെന്റ്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, രണ്ട് കോപ്ലനർ അല്ലാത്ത രണ്ട് ഷാഫ്റ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ബെൽറ്റ് ഡ്രൈവ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. റിക്വയർസ് ഗുഡ് ലൂബ്രിക്കേഷൻ. നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രീസും അതുപോലെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ആണ്. മെറ്റലൊക്കെ കുറച്ച് ഇതൊക്കെ വാങ്ങിയണമെങ്കിൽ കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ബെൽറ്റിനെക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ആണ് ചെയിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിയർ ഡ്രൈവ്സ് ആണ്. ഗിയർ ഡ്രൈവ്സ്. ഓക്കെ, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഗിയർ ഡ്രൈവ്സ് ആണ്. ഗിയർ ആൻഡ് ഗിയർ ഡ്രൈവ്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ഇറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടെ പറയാണ്, പ്രോബ്ലംസ് നോട്ട് ഇൻക്ലൂഡഡ്. ഇതിനകത്ത് നമുക്ക് പ്രോബ്ലംസ് പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, സോ ഗിയർ ഡ്രൈവ്സ്. ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ, ഗിയർ എന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാണ്? ടൂത്ത്ഡ് വീൽസ് ആണ്. അതായത് ഒരു വീല് നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മളൊരു റൗണ്ട് വീല് ഓഫ് സ്പെസിഫിക് ഡയമീറ്റർ, നമ്മൾ ആ ഡയമീറ്ററിനെ വിളിക്കുന്ന പേരാണ് പിച്ച് ഡയ. ആ പിച്ച് ഡയയിലുള്ള ഒരു വീല് വാങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഒരു മെറ്റൽ റൗണ്ട് പീസ് വാങ്ങിയതിന് ശേഷം നമ്മളൊരു മില്ലിംഗ് മെഷീൻ വെച്ചിട്ട്, നമ്മൾ ആ മെഷീനെ പറയുന്ന പേരെന്താണ്? മില്ലിംഗ് മെഷീനിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂസിങ് കട്ടർ, ഗിയർ കട്ടർ എന്ന് പറഞ്ഞ കട്ടർ ടൂൾ ഉണ്ട്. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. അത് നിങ്ങൾ അത്രയും ഡെപ്തിലോട്ട് പോവേണ്ട ആവശ്യമില്ല. കട്ടർ ടൂൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗിയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുറെ ടീത്തുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ടീത്ത് നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു എന്താ പറയുക, സർക്കുലർ പീസ് ഓഫ് മെറ്റലില് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗിയർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്, ടീത്തുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗിയർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമ്മൾ സാധാരണ ഗിയർ യൂസ് ചെയ്യുന്നത് വളരെ ലോ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഉള്ള കേസുകളിലാണ് നമ്മൾ സാധാരണ ഗിയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ആണ്, ബേസ്ഡ് ഓൺ സ്പീഡ്. അപ്പം സ്പീഡ് നോക്കുകയാണെങ്കിൽ ലോ വെലോസിറ്റി ഗിയേഴ്സ് ഉണ്ട്, മീഡിയം വെലോസിറ്റി ഗിയേഴ്സ് ഉണ്ട്, ഹൈ വെലോസിറ്റി ഗിയേഴ്സ് ഉണ്ട്. ലോ വെലോസിറ്റി ഗിയേഴ്സ് എന്ന് പറയുമ്പോൾ 3 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡാണ്. മീഡിയം വെലോസിറ്റി ആണെങ്കിൽ 3 to 15 മീറ്റർ പെർ സെക്കൻഡ്. ഹൈ വെലോസിറ്റി ഗിയർ എന്ന് പറഞ്ഞാൽ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ സ്പീഡ്. അതായത് ഇതൊക്കെ ലീനിയർ വെലോസിറ്റി ആണ്, ആംഗുലാർ അല്ല, ലീനിയർ വെലോസിറ്റി ആണ് v. ഓക്കെ, ഇനി ടൈപ്പ് ഓഫ് ഗിയറിംഗ്. എക്സ്റ്റേണൽ ഗിയറിംഗ് ഉണ്ട്, ഇന്റേണൽ ഗിയറിംഗ് ഉണ്ട്, റാക്ക് ആൻഡ് പിനിയൻ ഗിയേഴ്സ് ഉണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ. എക്സ്റ്റേണൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് നമ്മുടെ സാധാരണ ഗിയേഴ്സ്, രണ്ട് ഗിയർ മെഷ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു ഗിയറിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈവർ ഗിയർ. അതായത് നമ്മുടെ മോട്ടറുമായിട്ട് കപ്പിൾ ചെയ്തിരിക്കുന്ന ഗിയർ ആണ് നമ്മുടെ ഡ്രൈവർ ഗിയർ. എന്നാൽ അതിൽ നിന്ന് പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഗിയറിനെയാണ് നമ്മൾ ഡ്രിവൺ ഗിയർ എന്ന് വിളിക്കുന്നത്. ഈ ഡ്രൈവർ ഗിയർ അല്ലെങ്കിൽ സാധാരണ ഒരു ഡ്രൈവർ ഗിയർ എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയർ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഡ്രൈവർ ഗിയർ എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയർ ആണ്. സാധാരണ എപ്പോഴും നമ്മൾ ഏതൊരു ഡിസൈൻ പ്രോബ്ലം നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കും, ഡിസൈൻ പ്രോബ്ലം എടുക്കുമ്പോൾ അവിടെയുള്ള ഡ്രൈവർ ഗിയർ എപ്പോഴും ചെറിയ ഗിയർ ആയിരിക്കും. എപ്പോഴും നമ്മൾ ചെറിയ ഗിയറിനെ വിളിക്കുന്ന പിനിയൺ എന്നാണ്, PINION, പിനിയൺ എന്നാണ് വിളിക്കാറ്. വലിയ ഗിയറിനെ നമ്മൾ വീൽ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അത് ഞാൻ പിനിയൺ ആണ് ഡ്രൈവർ എന്ന് വിളിച്ചത് വേറൊന്നും കൊണ്ടല്ല. സാധാരണ എപ്പോഴും ഡിസൈൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ പിനിയനെയാണ് നമ്മൾ സാധാരണ ഡ്രൈവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിനിയൺ തന്നെ എപ്പോഴും ഡ്രൈവർ ആവണം എന്നൊന്നും ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്റേണൽ ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ. ഇന്റേണൽ ഗിയറിംഗ് അതായത് ഒരു ഗിയറിനകത്താണ്, ഒരു ഗിയറിനകത്ത് മറ്റൊരു ഗിയർ ഇരിക്കുകയാണ്. ഒരു ഗിയർ എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഒരു ഗിയറാണ്. ഓക്കെ, എന്നാൽ മറ്റൊരു ഗിയർ, അതായത് ഈ ഒരു ഗിയർ മെഷ് ആയിരിക്കുന്ന മറ്റേ ഗിയറിന്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ അകത്താണ്. അതായത് ഒരു ഇന്റേണൽ മെഷിംഗ് ആണ്. അതായത് ഈ ഗിയർ ഇന്റേണലി ആണ് മറ്റേ ഗിയറുമായിട്ട് മെഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ ഗിയറിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പിനെയാണ് നമ്മൾ റാക്ക് ആൻഡ് പിനിയൻ ഗിയർ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഈ ഒരു ഗിയറിനെ എടുത്തിട്ട് ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നു, എന്നിട്ട് തുറന്നങ്ങ് വയ്ക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സാധനം കിട്ടും. മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ റാക്ക് എന്ന് വിളിക്കുന്നത്.
ഇതിനെയാണ് നമ്മൾ പിനിയൺ എന്ന് വിളിക്കുന്നത്. ദാണ്ട് ഇതുപോലത്തെ ഒരു ഗിയർ ആണ്. ദാണ്ട് ഇതിനെ പിനിയൺ എന്ന് വിളിക്കും. ഇത് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൺ ഗിയർ. അതായത് നമ്മുടെ റോട്ടറി മോഷനെ ലീനിയർ മോഷൻ ആക്കി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെമ്പറാണ് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൺ എന്ന് പറയുന്നത്. ഇത് റാക്ക് ആൻഡ് പിനിയൺ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ പരമായിട്ട് വരുന്ന എല്ലാ മെഷീൻസിലും, മിക്ക മെഷീൻസിലും യൂസ് ചെയ്യുന്ന ഒരു ഒരു മെക്കാനിസമാണ് നമ്മുടെ റാക്ക് ആൻഡ് പിനിയൺ മെക്കാനിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമ്മൾ ഗിയറിംഗ് നോക്കി. അടുത്ത സെഷൻ നമ്മൾ ഗിയേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു ദ കൺസ്ട്രക്ഷൻ. നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബെവൽ ഗിയർ, വേം ഗിയർ, അങ്ങനെ 4 ടൈപ്പ് ഗിയേഴ്സ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് നമ്മുടെ ഗിയേഴ്സിനെ. ഓക്കെ, നമ്മുടെ പടം ഇതാണ് നമ്മുടെ സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ സ്പർ ഗിയർ. ഇത് നമ്മുടെ ഹെലിക്കൽ ഗിയർ. ഇതാണ് നമ്മുടെ ബെവൽ ഗിയർ. ഇതാണ് നമ്മുടെ വേം ഗിയർ. ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. സ്പർ ഗിയർ അതായത് 2 പാരലൽ, അതുപോലെ കൊപ്ലാനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊപ്ലാനാർ എന്ന് പറഞ്ഞാൽ ഒറ്റ പ്ലെയിനിലുള്ള 2 ഷാഫ്റ്റുകൾ. കൊപ്ലാനാർ ഷാഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്ലെയിനിലുള്ള 2 ഷാഫ്റ്റുകൾ. അതുപോലെ മറ്റൊരു വേർഡാണ് കൊയാക്സിയൽ. അതായത് കൊയാക്സിയൽ എന്ന് പറഞ്ഞാൽ ഒറ്റ ആക്സിസിൽ വരുന്ന 2 ഷാഫ്റ്റ്. ഒറ്റ ആക്സിസ്, അതായത് 2 ഷാഫ്റ്റും ഇങ്ങനെ എന്താ പറയുക, രണ്ടും നേർക്കുനേർ ഇരിക്കും. മനസ്സിലായില്ലേ? അതിനാണ് നമ്മൾ കൊയാക്സിയൽ ഷാഫ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. The teeth of the gears are parallel to the axis. നമ്മൾ നേരത്തെ കണ്ട പടത്തിനകത്തുണ്ടായിരുന്നു. എല്ലാ ടീത്തും പാരലൽ ടു ദി ആക്സിസ് ആണ്. യൂസ്ഡ് ഇൻ ലോ ലോഡ് ആപ്ലിക്കേഷൻ. അതായത് വളരെ കുറച്ച് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ പവറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ലോഡ് എന്ന് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ പവർ ആണ്. വളരെ ലോ പവർ ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്പർ ഗിയർ. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് കൂടെ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കേസിലൊക്കെ ഇത് വളരെ അധികം നോയ്സിയാണ്. ഞാൻ എഴുതിയില്ലെന്നേ ഉള്ളൂ. രണ്ടാമതാണ് ഹെലിക്കൽ ഗിയർ. ഹെലിക്കൽ ഗിയറിന് ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് ഈ സ്പർ ഗിയറിനകത്ത് ഈ ടീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റിന്റെ ആക്സിസുമായിട്ട് പാരലാണ്. എന്നാൽ ഈ ഹെലിക്കൽ ഗിയറിന്റെ കേസിൽ പാരലല്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് പാരലൽ, ബട്ട് ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ കോൾഡ് ഹെലിക്സ് ആംഗിൾ. ഹെലിക്സ് ആംഗിൾ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഇൻക്ലൈൻഡ് ആണ്. ഓരോ ഹെലിക്കൽ ആംഗിളിനും ഓരോ ഹെലിക്സ് ആംഗിൾ ആയിരിക്കും. ഓരോ ഹെലിക്കൽ ഗിയറിനും ഓരോ ഹെലിക്സ് ആംഗിൾ ആയിരിക്കും. സെയിം ഹെലിക്സ് ആംഗിൾ ആണെങ്കിൽ മാത്രമേ 2 ഹെലിക്കൽ ഗിയേഴ്സിന് മെഷ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, 2 ഗിയേഴ്സിന് മെഷ് ചെയ്യണമെങ്കിൽ 2ന്റെയും ഹെലിക്സ് ആംഗിൾ സെയിം ആയിരിക്കണം. ഓക്കെ, ഹൈ ലോഡ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് ഇത്. പിന്നെ ഇതിന്റെ ഒരു വേരിയന്റ് ആണ് ഹെറിംഗ് ബോൺ ഗിയർ. നമ്മൾ നേരത്തെ കണ്ട ഗിയറിനകത്ത് ഒറ്റ ചരിഞ്ഞിരിക്കുന്ന ടീത്തേ ഉള്ളൂ. എന്നാൽ ഒരു ഹെറിംഗ് ബോൺ ഗിയറിന്റെ കേസിൽ ഇതുപോലത്തെ 2 ടീത്തുകൾ കാണും. വി ഷേപ്പിലായിരിക്കും. നമ്മളൊരു സൈഡിൽ നോക്കുമ്പോൾ നമ്മൾ അതിനെ ഒരു ആ ടീത്തിന്റെ ആ ഗിയറിന്റെ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് വി ഷേപ്പിലായിരിക്കും അതിന്റെ ടീത്തുകളെ കാണാൻ പറ്റുന്നത്. ഇതിന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ ഒരു ഫോഴ്സ് കമ്പോണന്റ്, ലോഡിന്റെ ഒരു കമ്പോണന്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയാണ് ആക്ച്വലി ഈ ഹെറിംഗ് ബോൺ ഗിയർ യൂസ് ചെയ്യുന്നത്. അത്രയും ലെവലിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ മൂന്നാമത് വരുന്നത് ബെവൽ ഗിയർ ആണ്. ബെവൽ ഗിയർ സാധാരണ നോൺ പാരലൽ, അതായത് 2 പാരലലും അല്ലാത്ത കൊപ്ലാനാർ ഒറ്റ പ്ലെയിനിലുള്ള 2 ഷാഫ്റ്റ്സുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഗിയർ ആണ് ബെവൽ ഗിയർ. ഇതിന്റെ ഒരു വേരിയന്റ് ആണ് മിറ്റർ ഗിയർ. മിറ്റർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഷാഫ്റ്റും 90 ഡിഗ്രി ആംഗിളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിലാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ബെവൽ ഗിയറിനെ വിളിക്കുന്ന പേരാണ് മിറ്റർ ഗിയർ. ഓക്കെ, ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് വരുന്നതാണ് നമ്മുടെ വേം ഗിയർ. വേം ആൻഡ് വേം വീൽ മെയിൻലി യൂസ്ഡ് ഇൻ നോൺ പാരലൽ, നോ കോപ്ലാനാർ, നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പാരാമീറ്റേഴ്സും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ വേം ഗിയർ യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂസ് ടു ഒബ്റ്റെയിൻ ഹൈ വെലോസിറ്റി റേഷ്യോ. അതായത് ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് റൊട്ടേഷൻ മതി, പക്ഷെ നമ്മുടെ കയ്യിലുള്ള വളരെ ഹൈ സ്പീഡ് റൊട്ടേറ്റിംഗ് മോട്ടറാണ്. അങ്ങനത്തെ നമുക്ക് വളരെ ചെറിയ സ്പീഡിൽ കറങ്ങിയാൽ മതി. എന്നാൽ ഈ മോട്ടർ കറങ്ങുന്ന ഭയങ്കര ഹൈ സ്പീഡിലാണ്. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ വേം ഗിയർ യൂസ് ചെയ്യുന്നത്. ഈ വേം എന്ന് പറഞ്ഞ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യും. ഈ വേം വീൽ എന്ന് പറഞ്ഞ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമായിട്ട് കണക്ട് ചെയ്യും? നമ്മുടെ ഡെസ്റ്റിനേഷൻ, അതായത് ഡ്രിവൺ ഷാഫ്റ്റുമായിട്ട് കണക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ വേം ഭയങ്കര സ്പീഡിൽ കറങ്ങും, വേം വീൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും കറങ്ങാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഇതിന് മുമ്പേ പറഞ്ഞിരിക്കുന്ന 4 ഫിഗറും ഒന്ന് വീക്ഷിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ നല്ല ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ആ ഫിഗർ ഒന്നുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗിയർ ട്രെയിൻസ് ആണ്. നമ്മളിപ്പോൾ നോക്കിയത് ഗിയേഴ്സിനെ പറ്റിയാണ്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഗിയർ ട്രെയിൻസ് ആണ്. അതായത് മൾട്ടിപ്പിൾ ഗിയേഴ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 4 ടൈപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഗിയർ ട്രെയിൻസ് ഉണ്ട്, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻസ് ഉണ്ട്, റിവേർട്ടഡ് ഗിയർ ട്രെയിൻസ് ഉണ്ട്, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻസ് ഉണ്ട്. ഓക്കെ, സിമ്പിളും കോമ്പൗണ്ടും സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കണം. സിമ്പിൾ, കോമ്പൗണ്ട്. ഓക്കെ, ഞാൻ പടം കാണിച്ചു തരുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഇതാണ് നമ്മുടെ സിമ്പിൾ ഗിയർ ട്രെയിൻ, ഇത് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, ഇത് റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, ഇതെന്ന് പറഞ്ഞാൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഈ എപ്പിസൈക്ലിക് ആണ് ഉള്ളതിൽ ഏറ്റവും കോംപ്ലക്സ്. ഇതാണ് നിങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ഗിയർ ട്രെയിൻ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡ്രൈവർ കണക്റ്റഡ് ടു ദ ഡ്രൈവർ ഷാഫ്റ്റ്. ഐഡിലർ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള പവർ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഐഡിലർ ഗിയർ വെക്കും. ഇതിന് പ്രത്യേകിച്ച് പവർ ട്രാൻസ്ഫർ ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. ഐഡിലർ ഗിയർ ഡ്രിവൺ ആണ്, നമ്മളെ പവർ റിസീവ് ചെയ്യുന്ന പാർട്ട്. ഇനി കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ഓരോ ഷാഫ്റ്റിനും ഓരോ ഗിയർ വെച്ചിട്ടേ ഉള്ളൂ. ഇനി കോമ്പൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതാണ് ഡ്രൈവർ എന്ന് വിചാരിക്കുക, ഇത് ഡ്രിവൺ. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഇതാണ് ഐഡിലർ ഗിയർ. ഇതൊരു കോമ്പൗണ്ട് ഗിയർ സെഷൻ ആണ്. അതായത് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഈ ഷാഫ്റ്റിൽ തന്നെ 2 ഗിയർ ഉണ്ട്. അതാണ് ഈ മഞ്ഞ, യെല്ലോയും ബ്ലൂവും. ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ വലിയ ഗിയറും യെല്ലോ എന്ന് പറഞ്ഞാൽ ചെറിയ ഗിയറുമാണ്. ഈ മഞ്ഞ മെഷ് ചെയ്തിരിക്കുന്ന ഈ പച്ചയുമായിട്ടും ഈ നീല മെഷ് ചെയ്തിരിക്കുന്ന ഈ ചുമപ്പുമായിട്ടാണ്. അതായത് പവർ ഇതിൽ നിന്ന് ഇതിലോട്ട് പോകും, എന്നിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് വഴി പവർ ഇതിലേക്ക് വരും, എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് പോകും. ഇതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി റിവേർട്ടഡ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നമുക്ക് നോക്കാം. എപ്പിസൈക്ലിക്കും എന്താന്ന് നോക്കാം. ഓക്കെ, കോമ്പൗണ്ട് നമുക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പടം തന്നേക്കാണ്. അതായത് പവറിന്റെ ഫ്ലോ കാണിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് പവർ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ പവർ ഫ്ലോ നടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. ഇതില് പവർ ഫ്ലോ നടക്കുന്നത് ഡയറക്ഷൻ കാണിക്കാനാണ്. കണ്ട് ഇങ്ങനെയാണ് പവർ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. ഇതിൽ പവർ ഫ്ലോ ആണ് നിങ്ങളെ കാണിക്കേണ്ടത് മെയിൻ ആയിട്ട്. നോക്കൂ, ഇങ്ങനെ വന്നിട്ട് പവർ ഇതുവഴി നേരെ ഇങ്ങോട്ട്, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട്. ഇങ്ങനെയാണ് ആക്ച്വലി ഇവിടെ പവർ ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ പവർ ഫ്ലോ ഇങ്ങനെയാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇതാണ് നമ്മുടെ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. അതാണ്ട് ഇത് നോക്കൂ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ ആണെങ്കിൽ നമുക്കൊരു ഗിയർ ഉണ്ട്, ഒരു സൺ ഗിയർ, പ്ലാനറ്റ് ഗിയർ അങ്ങനെയൊക്കെ പറയും ഇതിനെ. അതായത് വേറൊന്നുമില്ല, സൺ ഗിയർ ഇവിടെ നടുക്ക് നിൽക്കും, പ്ലാനറ്റ് ഗിയർ ഇതിന് ചുറ്റും കിടന്ന് ഓടും. അതുകൊണ്ടാണ് ഈ പ്ലാനറ്റ് ഗിയർ എന്ന് വിളിക്കാൻ കാര്യം. ഈ കിടന്ന് ഓടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ആം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗിയർ ഒരു ഇൻസ്റ്റന്റിന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ വർക്ക് ചെയ്യുന്നത്. കുറച്ച് കോംപ്ലക്സ് ആണ് ഇതിന്റെ ഡിസൈനിങ്ങും ഇതിന്റെ അനാലിസിസും എല്ലാം. നിങ്ങൾ എന്തായാലും മെക്കാനിക്കൽ സ്റ്റുഡൻസ് എന്തായാലും 5th സെമസ്റ്റർ 6th സെമസ്റ്ററിലൊക്കെ ഇതിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗിയർ ട്രെയിൻ ആണ്, എപ്പിസൈക്ലിക് തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്താണ് ഈ ഓരോ ടൈപ്പ് ഗിയർ ട്രെയിൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ്. ഓക്കെ, സിമ്പിൾ ഗിയർ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒറ്റ ഷാഫ്റ്റിൽ നമ്മൾ ഒറ്റ ഗിയർ ഫിക്സ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ. കോമ്പൗണ്ട് ആണെങ്കിൽ ഒരു ഷാഫ്റ്റിൽ തന്നെ 2 ഗിയർ ഒക്കെ കാണും. അതായത് നമുക്ക് പവർ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടി സെയിം പർപ്പസ് തന്നെയാണ്. ഇനി റിവേർട്ടഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, റിവേർട്ടിന്റെ കേസ് ഞാൻ പറഞ്ഞില്ല അല്ലേ. റിവേർട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊയാക്സിലായിട്ടുള്ള 2 ഷാഫ്റ്റ് കാണാം. ഓക്കെ, ഈ കൊയാക്സിലായിട്ടുള്ള 2 ഷാഫ്റ്റിൽ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം വയാ ഗിയർ, അതായത് ഒരു ഷാഫ്റ്റിലെ ഡ്രൈവറിനെ നമ്മൾ മറ്റൊരു ഗിയറിലേക്ക്, ഇതിന് പാരലൽ ആയിട്ടിരിക്കുന്ന മറ്റൊരു ഷാഫ്റ്റിലെ ഗിയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഇതിന് പാരലൽ ആയിട്ടിരിക്കുന്ന ഷാഫ്റ്റ് ഉണ്ടല്ലോ, ആ ഷാഫ്റ്റിൽ തന്നെ 2 ഗിയർ കാണും. ഓക്കെ,
എന്നിട്ട് അതിലെ മറ്റ് ഗിയറിൽ നിന്ന് ഈ കൊയാക്സിയലായിട്ട് വരുന്ന മറ്റേ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ച പടം നിങ്ങളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടെ കാണിച്ചു തരാം. എന്തായാലും ആദ്യം എപ്പിസൈക്കിളിലേക്ക് പറയാം. എപ്പിസൈക്കിളിലേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗിയർ ട്രെയിൻ ആണ്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഗിയർ ട്രെയിൻ ആണ് എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഓൾസോ ഹാസ് ആൻ ആം. ഇൻ വൺ കേസ് ഇറ്റ് ക്യാൻ സിംപ്ലി ആക്ട് ആസ് എ സിമ്പിൾ ടൈപ്പ്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. നോക്കൂ, കൺസിഡർ ദിസ്. നിങ്ങൾ ഈ ഒരു ഗിയർ ട്രെയിൻ ഒന്ന് കൺസിഡർ ചെയ്യുക. ഈ ഒരു ഗിയർ ട്രെയിൻ ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ഗിയർ ട്രെയിൻ ഒന്ന് കൺസിഡർ ചെയ്യുക. നോക്കൂ, ഇത് ഒരു എ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, എ എന്ന് പറയുന്ന ഒരു ഗിയർ ആണിത്. ബി എന്ന് പറയുന്ന മറ്റൊരു ഗിയർ ആണിത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ O1 O2 എന്ന് പറഞ്ഞാൽ ഈ O1 എന്ന് പറഞ്ഞാൽ ഈ ഗിയറിന്റെ സെന്റർ, O2 എന്ന് പറഞ്ഞാൽ ഈ ഗിയറിന്റെ സെന്റർ ആണ്. ഞാൻ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ O1 O2 എന്ന് പറയുന്ന ഈ ഒരു ആമിനെ ഞാൻ ഫിക്സ് ആക്കി വെക്കുകയാണ്. ആമിനെ ഫിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ എ ഡ്രൈവർ ബി ഡ്രിവൺ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സിമ്പിൾ ടൈപ്പ്. ഇതിപ്പോ ഒരു സിമ്പിൾ ഗിയർ ട്രെയിൻ ആണ്. ഇതിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക്, എയും ബിയും മെഷ് ചെയ്ത് വെച്ചേക്കാണ്. എയിൽ നിന്ന് ബിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു കേസ് പറയാണ്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യാണ് O2 ഫിക്സ്ഡ് അല്ലേ ഞാൻ വെച്ച്, O1 O2 ഫിക്സ്ഡ് ആക്കിയല്ലേ ഞാൻ വെച്ചിരുന്നത്. ഇനി O2ലുള്ള ആ ഫിക്സ് എങ്ങനത്തെ മാറ്റിയാണ്. അപ്പൊ O1 മാത്രമാണ് ഫിക്സ്ഡ്. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ O2 ഫിക്സ്ഡ് അല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ദ ബി വിൽ ബി റൊട്ടേറ്റിംഗ് അറൌണ്ട് എ. എന്റെ പുറത്തുകൂടെ ബി പ്ലാനറ്റ് പോലെ കറങ്ങും. ഓക്കെ, പ്ലാനറ്റ് പോലെ കറങ്ങും. എ വിൽ ബി ആക്ടിങ് ആസ് എ സൺ ഗിയർ ആൻഡ് ബി വിൽ ബി ആക്ടിങ് ആസ് എ പ്ലാനറ്റ് ഗിയർ. ഓക്കെ, ഇതിന്റെ അനാലിസിസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് ആക്ച്വലി ഒരു എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇത് അതിന്റെ കുറച്ചും കൂടെ കോംപ്ലക്സ് ഫോർമാറ്റ് ആണ്. ഇതാണ്ട് ഈ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ചും കൂടെ കോംപ്ലക്സ് ഫോർമാറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റേണൽ ഗിയറിംഗ് ആണ്. അതായത് ഇതിന്റെ ടീത്ത് എന്ന് പറഞ്ഞാൽ അകത്തേക്കാണ്. ഈ ഗിയറും ഈ ഇന്റേണൽ ഗിയേഴ്സും തമ്മിൽ മെഷ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ചില കേസിൽ നമുക്ക് ഈ ആംസ് ഫിക്സ്ഡ് ആക്കി വെക്കാം. ചില കേസിൽ നടുക്കുള്ള ഈ ഗിയർ മാത്രം ഫിക്സ്ഡ് ആവാം. മനസ്സിലായില്ലേ? ആംസ് ഫിക്സ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പ്ലാനറ്റ് ഗിയർ നടുക്കുള്ള ഈ സൺ ഗിയറിന് ചുറ്റും കറങ്ങത്തില്ല. മനസ്സിലായില്ലേ? പവർ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, പവർ ട്രാൻസ്ഫർ നടക്കും. പക്ഷെ ഈ പ്ലാനറ്റ് ഗിയർ സൺ ഗിയറിന് ചുറ്റും കറങ്ങത്തില്ല. എന്നാൽ ഈ ആംസിനെ നമ്മൾ ഫിക്സ് ചെയ്ത് ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചേക്കായിരുന്നു. എന്നിട്ട് നമ്മൾ ഈ ലോക്ക് മാറ്റുകയാണെങ്കിൽ അടുത്ത ഇൻസ്റ്റന്റിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ദിസ് ഗിയർ വിൽ ബി റൊട്ടേറ്റിംഗ് അറൌണ്ട് ദിസ് സൺ ഗിയർ. ഈ സൺ ഗിയർ നടുക്കുള്ള ഗിയറിനെ വിളിക്കുന്ന പേരാണ് സൺ ഗിയർ. ഈ സൺ ഗിയറിന് ചുറ്റും നമ്മുടെ ഈ പ്ലാനറ്റ് ഗിയർ കറങ്ങും. ഓക്കെ, ഇതിങ്ങനെയാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അടുത്ത് റിവേറ്റഡ് ഗിയർ ട്രെയിൻ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, റിവേറ്റഡ് ഗിയർ ട്രെയിനിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ കാണിക്കാൻ പോകുന്നൊരു കാര്യം. അതായത് നമുക്ക് എങ്ങനെയാണ് ഇതുവഴി പവർ ട്രാൻസ്മിഷൻ നടക്കുന്നത്, എന്താ റിവേർട്ടഡ് ഗിയർ ട്രെയിൻ വഴി എങ്ങനെയാണ് പവർ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ? റിവേർട്ടഡ് ആയിട്ടുള്ള അതുവഴി. ഓക്കെ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ. ഓക്കെ, നോക്കൂ, നമ്മുടെ ഡ്രൈവർ 1, ഇതാണ് ഡ്രൈവർ. ഇതൊരു ഗിയർ ആണ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ, എനിക്ക് തോന്നുന്നു ഇതാണ് 1. ഓക്കെ, നമ്മുടെ വലിയ ഗിയർ. ഇതിൽ നിന്ന് പവർ, ഇതാണ് നമ്മുടെ ഡ്രൈവർ. ഞാൻ പറഞ്ഞു കൊയാക്സിയൽ, ഈ രണ്ട് ഷാഫ്റ്റ് കണ്ടോ, ഇത് രണ്ടാണ് കൊയാക്സിയൽ ഷാഫ്റ്റ്, രണ്ടും ഒരേ ആക്സിസ് ആണ്. ഇതിൽ നിന്ന് പവർ നേരെ ഇങ്ങോട്ട് വരും. പവർ എങ്ങോട്ട് വരും? നേരെ ഇങ്ങോട്ട് വരും. അതായത് ഇതിൽ നിന്ന് ഈ വലിയ ഗിയർ മെഷ് ചെയ്തിരിക്കുന്ന ഈ 2 എന്ന് പറയുന്ന ഈ ഗിയറുമായിട്ടാണ് പവർ ഇങ്ങോട്ട് വരും. 2ഉം 3ഉം രണ്ടും ഒറ്റ ഷാഫ്റ്റിൽ വരുന്ന രണ്ട് ഗിയേഴ്സ് ആണ്. ഇങ്ങനെ പവർ ഫ്ലോ നടക്കും. ഓക്കെ, എന്നിട്ട് 2 3 എന്ന് പറഞ്ഞ ഒറ്റ ഷാഫ്റ്റിൽ വരുന്ന രണ്ട് ഗിയർ ആണ്. 3 നേരെ 4ലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, രണ്ട് കൊയാക്സിൽ ആയിട്ടുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെയും ട്രാൻസ്ഫർ ചെയ്യാം വയാ ഗിയർ. ഓക്കെ, അപ്പം കൊയാക്സിൽ ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളിൽ നിന്ന് പവർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതാണ്? റിവേർട്ടഡ് ഗിയർ ട്രെയിൻസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓൾ റൈറ്റ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ ഇതുമായിട്ട്. സോ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് ഓഫ് ഗിയർ ഡ്രൈവ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്.
സ്ലിപ്പ് ഇല്ല, ബെൽറ്റ് ഡ്രൈവ് പോലെ സ്ലിപ്പ് ഇല്ല, കൺവീനിയൻസ് ഫോർ സ്മോൾ വെരി സ്മോൾ സെന്റർ ഡിസ്റ്റൻസസ്. When the axis of the shafts are not parallel. നോൺ പാരലൽ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഗിയർ ടൈപ്പ് അങ്ങ് മാറ്റിയാൽ മതി. ഓക്കെ, നോൺ പാരലൽ അങ്ങനെ കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് നമുക്ക് ടൈപ്പ് ഓഫ് ഗിയർ മാറ്റാം. അതുപോലെ വെലോസിറ്റി റേഷ്യോ വിൽ റിമെയിൻ കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. കാരണം ഗിയേഴ്സ് കോണ്ടാക്ട് നല്ല എന്താ പറയുക ഹൈലി എഫിഷ്യന്റ് ആണ്, അതുകൊണ്ട് സ്ലിപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കൺവീനിയന്റ്ലി ഫോർ ലോ, മീഡിയം ആൻഡ് ഹൈ പവർ ട്രാൻസ്മിഷൻ അങ്ങനെയുള്ള പല ടൈപ്പ് ട്രാൻസ്മിഷൻസിന് നമുക്ക് പല ടൈപ്പ് ഓഫ് ഗിയേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഹൈ വെലോസിറ്റി റേഷ്യോ നമുക്ക് അച്ചീവ് ചെയ്യാം. വെലോസിറ്റി റേഷ്യോ എന്താണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ദേ ഹാവ് വെരി ഹൈ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ബെൽറ്റും ചെയിനും വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. ക്യാൻ ബി കാസ്റ്റ് ഇൻ എ വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽ. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലും നമുക്ക് ഗിയേഴ്സ് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. മെറ്റാലിക്, നോൺ മെറ്റാലിക് മെറ്റീരിയൽസിൽ നമുക്ക് ഇത് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഈ ഷാഫ്റ്റുമായിട്ട് കപ്പിൾ ചെയ്ത്, അതായത് നമുക്ക് ഷാഫ്റ്റുമായിട്ട് ഒന്നെങ്കിൽ കപ്പിൾ ചെയ്ത് ഗിയേഴ്സിനെ വെക്കാം. അതായത് നമ്മൾ കീസ് യൂസ് ചെയ്യും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കീസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഷാഫ്റ്റുമായിട്ട് ഗിയേഴ്സിനെ കപ്പിൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഷാഫ്റ്റും ഗിയറും കൂടെ ഒരുമിച്ച് നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. ഓക്കെ, കാസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അതാണ് കാസ്റ്റിംഗ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മോഡ്യൂൾ 6 ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കാം. ഗിയേഴ്സ് ആർ എംപ്ലോയിഡ് ഫോർ വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഇൻ വാച്ചസ്. നമുക്ക് വളരെ ഇങ്ങനത്തുള്ള പ്രസിഷൻ കൂടിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഗിയേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പല ടൈം മെഷീൻ ടൂൾസ്, എന്താണ് മെഷീൻ ടൂൾസ് എന്നൊക്കെ ഉള്ള നമ്മൾ മൊഡ്യൂൾ 6 ഡിസ്കസ് ചെയ്യും. അതായത് മെഷീൻസ് ഉണ്ടാക്കാനും മെഷീൻ പാർട്സ് ഉണ്ടാക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഷീൻസിനെ വിളിക്കുന്ന പേരാണ് മെഷീൻ ടൂൾ. ഓക്കെ, ഗിയർ ബോക്സസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും ഗിയേഴ്സ് വേണ്ടി വരും. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ദേ ആർ നോട്ട് സൂട്ടബിൾ ഫോർ ഷാഫ്റ്റ്സ് ഓഫ് വെരി ലാർജ് സെന്റർ ഡിസ്റ്റൻസ്. അതായത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് ഐഡിലർ ഗിയേഴ്സിന്റെ ഇടയിൽ വെക്കേണ്ടി വരും. അതനുസരിച്ച് നമുക്ക് ചിലപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞേക്കുന്ന പോയിന്റ്, യൂസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഗിയർ വീൽസ് ഇൻ ഗിയർ ട്രെയിൻസ് ഇൻക്രീസസ് ദ വെയിറ്റ് ഓഫ് ദ നമ്മുടെ മെഷീൻ എലമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന് വെയിറ്റ് കൂട്ടാനുള്ള ഇതുണ്ട്. പിന്നെ they are not economical because of increased cost of production of precision gears. കോസ്റ്റ് വളരെ കൂടുതലാണ്, കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റലൊക്കെ ആണെങ്കിൽ വളരെ കോസ്റ്റ് കൂടും. അതനുസരിച്ചിട്ട് ഹൈ സ്പീഡ് നോയ്സ് ആൻഡ് വൈബ്രേഷൻ വിൽ ബി മോർ. നമ്മുടെ ബെൽറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ വൈബ്രേഷൻസും നോയ്സ് ഒക്കെ കൂടുതലാണ്. ലൂബ്രിക്കേഷൻ കൊടുക്കേണ്ടി വരും ആസ് യൂഷ്വൽ. നമ്മളിവിടെ ലൂബ്രിക്കേഷൻ കൊടുത്തേ പറ്റും. എന്താ പറയുക, നമ്മൾ ബെൽറ്റിലുള്ളതുപോലെ വെറുതെ ലൂബ്രിക്കേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം ഹൈ പവർ ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ അതും തീർത്തിരിക്കുന്നു. നമ്മുടെ 3/4 ഓഫ് ദ പോർഷൻ നമ്മൾ തീർത്തിരിക്കുകയാണ്. വി ആർ കമ്മിങ് ടു ദ ലാസ്റ്റ് ഫൈനൽ സെഷൻ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ്. ഓക്കെ, അപ്പോൾ പക്ഷേ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമ്മളൊരു കാര്യം മുന്നേ നോക്കിയാലേ പറ്റൂ. ക്ലച്ചസ് എന്ന് പറഞ്ഞ പോർഷൻ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞ പോർഷൻ നോക്കാൻ പറ്റത്തില്ല ആക്ച്വലി. അപ്പൊ നമുക്ക് ക്ലച്ച് എന്താ നോക്കിയിട്ട് വേണം നമ്മൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. പ്രോബ്ലംസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ, ക്ലച്ചസ് ഇറ്റ്സ് എ മെക്കാനിക്കൽ ഡിവൈസ്. ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ആക്ച്വലി. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാധനം തന്നെയാണ്. ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഫ്രിക്ഷൻ ആണ്. ഡ്രൈവർ പ്ലേറ്റും ഡ്രിവൺ പ്ലേറ്റും തമ്മിലുള്ള ഫ്രിക്ഷൻ ആണ് ആക്ച്വലി ഇതിനെ എൻഗേജ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് പവർ വേണ്ട സമയത്ത് എൻഗേജ് ചെയ്യാനും പവർ വേണ്ടാത്ത സമയത്ത് ഡിസെൻഗേജ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെഷീൻ എലമെന്റ് ആണ് നമ്മുടെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സാധാരണ നമ്മൾ ഈ ക്ലച്ച് കാണപ്പെടുന്നത് നമ്മുടെ വെഹിക്കിൾസിലാണ്. ഡ്രൈവർ പൊസിഷനിൽ ഇരിക്കുന്ന നമ്മുടെ എഞ്ചിനാണ്. ഡ്രിവൺ പോർഷനിൽ നമ്മുടെ കാറിന്റെ പാർട്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആണ് വരുന്നത്. പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് തൊട്ട് മുമ്പായിട്ട് ഗിയർ ബോക്സും ഉണ്ട്, ഗിയർ ബോക്സ് യൂണിറ്റും ഉണ്ട്. ഓക്കെ, നമുക്ക് സാധാരണ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും സ്പീഡും ടോർക്കും വേരി ചെയ്യാൻ വേണ്ടിയാണ്. ആക്ച്വലി സ്പീഡും ടോർക്കും വേരി ചെയ്യണമെങ്കിൽ നമ്മുടെ എന്താ പറയുക വീൽസും എഞ്ചിനുമായിട്ടുള്ള കോണ്ടാക്ട് വിച്ഛേദിച്ചാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ക്ലച്ച് വിട്ടാതെ ഗിയർ മാറ്റാൻ ശ്രമിച്ചാൽ കറാമ്പുറം എന്നൊക്കെ പറഞ്ഞ സൗണ്ടൊക്കെ കേൾക്കും വണ്ടിക്കകത്തിന്ന്. അപ്പൊ അങ്ങനത്തെ സൗണ്ടുകളൊന്നും, ആ സൗണ്ട് ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ വണ്ടിക്ക് ഹാംഫുൾ ആണ് ആക്ച്വലി. അത് ഗിയർ ടീത്തിനെ വരെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗിയർ ബോക്സിനകത്ത് യൂസ് ചെയ്യുന്ന ഗിയർ ടീത്തിനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കേസിൽ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്താലേ പറ്റും. ആക്ച്വലി ഈ ക്ലച്ച് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മെയിൻലി ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ ആണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ.
ഇനി മെയിൻ കമ്പോണൻസ് ഓഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഡ്രൈവർ പ്ലേറ്റ് വരുന്ന ഫ്ലൈ വീലാണ്, ഡ്രിവൺ സൈഡിൽ വരുന്നത് കുറച്ച് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, സ്പ്രിങ്, ക്ലച്ച് ഷാഫ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കലി വരുന്നത്. ഫ്രിക്ഷൻ പ്ലേറ്റ് ആണ് ഇതിന്റെ മെയിൻ കമ്പോണന്റ്. ഫ്രിക്ഷൻ പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ആണ് ഇതിനകത്തുള്ള ഏറ്റവും മെയിൻ കമ്പോണന്റ്. ഓക്കെ, ക്ലച്ചസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച്, കോൺ ക്ലച്ച്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. മെക്കാനിക്കൽ ക്ലച്ചസ് ആണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ് നമ്മുടെ സിലബസിനകത്തുള്ളത്. ഓക്കെ, ബാക്കിയുള്ളതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈഡ്രോളിക് ക്ലച്ചസ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച്. ആക്ച്വലി ഇത് മെക്കാനിക്കൽ ക്ലച്ച് അല്ല, ഒന്ന് ഹൈഡ്രോളിക് ക്ലച്ച്, മറ്റൊന്ന് ഇലക്ട്രിക്കൽ ക്ലച്ചുമാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച് ആണ്. ഇത് ആക്ച്വലി ക്ലാസിഫൈ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് ക്ലച്ചിനെ ആക്ച്വേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ക്ലച്ച് ആണ്, അതായത് മെക്കാനിക്കൽ ഫോഴ്സ് വെച്ചിട്ടാണ് ഇത് ആക്ച്വേറ്റ് ചെയ്യപ്പെടുന്നത്. ഹൈഡ്രോളിക് ഫോഴ്സസിനും ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഹൈഡ്രോളിക് ക്ലച്ചസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ആയിട്ടുള്ള ഹൈഡ്രോളിക് മീൻസ് വർക്ക് ചെയ്യുന്നതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ക്ലച്ച് ആണെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എൻഗേജ്മെന്റും ഡിസെൻഗേജ്മെന്റും ആണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. EMF ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അറിയാമല്ലോ. ഓക്കെ, ഇതാണ് നമ്മൾ ഈ റെഡിൽ സ്പെസിഫൈ ചെയ്തേക്കുന്നത് മാത്രമേ ഞാൻ പടങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച്. ഇവിടെ ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ എണ്ണം കൂടുതലാണ്. മൾട്ടി പ്ലേറ്റ് ക്ലച്ചിന്റെ കേസിൽ ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ എണ്ണം കൂടുതലാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിന്റെ മറ്റൊരു വേരിയന്റ് ആണ്. നമ്മൾ ഡയഫ്രം ക്ലച്ച് എന്ന് വിളിക്കും. അതായത് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ലീനിയർ സ്പ്രിങ് ആണ്, സാധാരണ നോർമൽ സ്പ്രിങ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഫ്രം സ്പ്രിങ് ആണ്. അതാണ് ഈ കാണുന്ന ഡയഫ്രം സ്പ്രിങ്. സാധാരണ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കാറുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, മാനുവൽ കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ക്ലച്ച് ആണ്, ഡയഫ്രം സ്പ്രിങ് ഉള്ള ക്ലച്ച് ആണ്. ഓക്കെ, ഇതാണ് കോൺ ക്ലച്ച്, ഞാൻ പറഞ്ഞ കോൺ ക്ലച്ച്. അതായത് ഇതിന്റെ പാർട്സും കോണ്ടാക്ട് വരുന്ന പോർഷനൊക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് വരുന്ന പോർഷനൊക്കെ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ് പ്ലേറ്റ് ക്ലച്ചസ് എന്നാണ് വിളിക്കുന്നത്. ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിനെയും മൾട്ടി പ്ലേറ്റ് ക്ലച്ചിനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് ഫ്ലാറ്റ് പ്ലേറ്റ് ക്ലച്ച്. അതിന്റെ ഒരു വേരിയേഷൻ ആണ് ഈ കോൺ ക്ലച്ച്. അതായത് ഇതിനകത്ത് കോണ്ടാക്ട് വരുന്ന പോർഷൻസ് കോൺ ഷേപ്പിലാണ്. ഒരു കോൺ ആംഗിൾ ഉണ്ട്, സെമി എപ്പെക്സ് ആംഗിൾ എന്നൊക്കെ പറയും. അതൊക്കെ വേറെയാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. അതായത് ഇവിടെ ഇതെന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് വെഹിക്കിൾസിലൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്ലച്ച് ആണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്. ആക്ച്വലി വണ്ടിയുടെ സ്പീഡ് ഒരു ലിമിറ്റിനപ്പുറം കൂടുമ്പോൾ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കാരണം ഈ പാർട്സ് തമ്മിൽ കോണ്ടാക്ട് വരുന്ന ഒരു ഫിനോമിനൻ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിനകത്ത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് മാത്രമേ നമ്മുടെ കൺസേൺ ഉള്ളൂ. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളുടെ നോളജിന് വേണ്ടി മാത്രം. ഓക്കെ, ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ ജോമെട്രിക് ആയിട്ടുള്ള ഫിഗർ ആണ്. ആക്ച്വലി നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടങ്ങളൊക്കെ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിൽ ഇതെങ്ങനെ വരയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതിനെന്താണെന്ന് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഈ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് മാത്രമേ ഉള്ളൂ. നോക്കൂ, ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞ പോർഷൻ, അതായത് എഞ്ചിനിൽ നിന്ന് വരുന്ന ഔട്ട് വരുന്ന പോർഷനാണ് നമ്മുടെ ഫ്ലൈ വീൽ. ഫ്ലൈ വീലിന്റെ ആപ്ലിക്കേഷനും എന്താണ് ഫ്ലൈ വീൽ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ സെമസ്റ്റേഴ്സിൽ പഠിക്കും. അല്ലെങ്കിൽ നമുക്ക് ഈ സെമസ്റ്ററിൽ ഉണ്ടെങ്കിൽ നമ്മൾ പഠിക്കും, എന്തായാലും ഞാൻ പഠിപ്പിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ പ്ലേറ്റ്. ഇത് നമ്മുടെ പ്രഷർ പ്ലേറ്റ്. ഇതിനെ എന്താ പറയുക, എൻഗേജും ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഡിസെൻഗേജും എൻഗേജും ചെയ്യാൻ വേണ്ടി അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സ്പ്രിങ്ങുകളാണ് ഈ രണ്ട് സ്പ്രിങ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്രിങ്, ക്ലച്ച് സ്പ്രിങ് എന്ന് വിളിക്കും. ഇത് നമ്മുടെ ക്ലച്ച് പെഡലാണ്. നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ നോക്കാം. ഇതാണ് നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റ്. ഓക്കെ, ഫൾക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വിത്ത് റെസ്പെക്ട് ടു നമ്മുടെ എന്താണ് പീവട്ട് ജോയിന്റ് എന്നൊക്കെ പറയൂലേ, അതാണ് ഫൾക്രം പിൻ എന്ന് പറഞ്ഞാൽ ഒരു പീവട്ട് ജോയിന്റ് ആണത്. ഓക്കെ, ഇത്രയാണ്. ഇത് സെൻട്രിഫ്യൂഗൽ ക്ലച്ച്, ഇത് മൾട്ടി പ്ലേറ്റ്, ഇത് കോൺ ക്ലച്ച്, ഇത് ഡയഫ്രം ക്ലച്ച്. ഓക്കെ, ഡയഫ്രഗം എന്ന് വിളിക്കരുത്, ഡയഫ്രം ആണ്. ഇതാണ് നമ്മുടെ ഡയഫ്രം സ്പ്രിങ്. ഇവിടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലീനിയർ സ്പ്രിങ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്രിങ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയഫ്രം സ്പ്രിങ് ആണ്. ഓക്കെ, സെയിം ഫിഗർ ആണ്, ഏതാണ്ട് സെയിം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫ്രിക്ഷൻ പ്ലേറ്റ് ആണെന്നേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ ഈ കോണ്ടാക്ട് വരുന്ന സർഫസ് ഒരു കോൺ ഷേപ്പിലാണ്. ഓക്കെ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ് ഡിഫറെന്റ് പാർട്സ് ഞാനൊന്ന് ആദ്യം ഒന്ന് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Different parts of a single plate clutch are arranged in systematical order for its proper working. The most important part of a single plate clutch is
clutch plate which consists of clutch plate with both side friction lining. അതായത് രണ്ട് സൈഡിലും ഫ്രിക്ഷൻ ലൈനിങ് കാണും. ഈ ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ രണ്ട് സൈഡിലും നമ്മൾ ഫ്രിക്ഷൻ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതായത് പ്രഷർ പ്ലേറ്റ് വന്ന് തള്ളി വിടുന്ന സ്ഥലത്തും അതുപോലെ ഫ്ലൈ വീലുമായിട്ട് കോണ്ടാക്ട് വരുന്ന സ്ഥലത്തും രണ്ട് സൈഡിലും നമ്മൾ ഫ്രിക്ഷൻ ലൈനിങ് കൊടുക്കും. അതായത് ഏതെങ്കിലും അബ്രാസീവ് ആയിട്ടുള്ള ഫ്രിക്ഷൻ മെറ്റീരിയൽ വെച്ചിട്ട് ലെതറോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. There are some other parts also which helps in proper functioning of clutch like flywheel, pressure plate. ഇതിന്റെ പാർട്സിന്റെ പേരാണ് thrust bearing. ഈ thrust bearing എന്ന് മാത്രം പഠിച്ചാൽ മതി. thrust bearing എന്താണെന്നൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഹബ്ബ്, സ്പ്രിങ്, മെക്കാനിസം ഫോർ എൻഗേജിങ് ആൻഡ് ഡിസെൻഗേജിങ്. അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഡിസെൻഗേജ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിൽ ഡിസെൻഗേജ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കണം? അതായത് നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിക്കുന്ന സമയത്താണ് ഡിസെൻഗേജ് ആവുന്നത്. ആ സമയത്താണ് നമ്മൾ ഗിയർ മാറ്റേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ. ക്ലച്ച് പ്ലേറ്റ് മൂവ് ആക്സിയലി ഇൻ ദ ഡ്രൈവൺ ഷാഫ്റ്റ്. അതെന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്റെ വർക്കിംഗ് ഫുൾ കാര്യങ്ങൾ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ. ഫ്ലൈ വീൽ ആൻഡ് പ്രഷർ പ്ലേറ്റ് നോക്കൂ. It is must in a single plate clutch for the clutch plate to have both side friction lining because it's mounted between the flywheel and the pressure plate. In the single plate clutch, friction is responsible for torque transmission. The pressure plate is attached with the friction flywheel and spring. The main function of the pressure plate is to help clutch plate to move forward towards the flywheel. A lever is attached to the thrust bearing with some mechanism or driven shaft which transmit input and output motion from the clutch pedal. ഞാൻ നോക്കൂ, ശ്രദ്ധിക്കുക, ഈ പടത്തിലോട്ട് ശ്രദ്ധിക്കുക. അതായത് ഇവിടെ നമുക്ക് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഫ്ലൈ വീലും, ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ പ്ലേറ്റ്. ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ രണ്ട് സൈഡിലും ഫ്രിക്ഷൻ ലൈനിങ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിക്ഷൻ ലൈനിങ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മുടെ പ്രഷർ പ്ലേറ്റ് ആണ്. ഈ പ്രഷർ പ്ലേറ്റും സ്പ്രിങ് ഉണ്ടോ? പ്രഷർ പ്ലേറ്റ് സ്പ്രിങ്ങുമായിട്ടുമാണ് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടായിരുന്നോ? ഇത് നോക്കണ്ട. ഇതാണ് നമ്മുടെ ഹബ്ബ്, ഇത് നമ്മുടെ ക്ലച്ച് ഷാഫ്റ്റ്. ഓക്കെ, ഇത് അതിന്റെ ഗൈഡ് വേസ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഗൈഡ് വേസ് ആണ്. നമ്മൾ ക്ലച്ച് പെഡൽ ചവിട്ടുന്ന സമയത്ത്, അതായത് ക്ലച്ച് പെഡലിൽ നമ്മൾ ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന സമയത്ത്, നമ്മൾ ക്ലച്ച് പെഡൽ ചവിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പ്രിങ് ബാക്കിലോട്ട് നീങ്ങും. അതായത് ക്ലച്ച് പെഡൽ ചവിട്ടുന്ന സമയത്ത് സ്പ്രിങ്ങിന് ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് ഇത് ഇതിനങ്ങോട്ട് തള്ളും. ആ സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സ്പ്രിങ് ഇതിനെ ബാക്കിലോട്ട് വലിക്കും. വലിക്കുന്ന സമയത്ത് ഈ പ്രഷർ പ്ലേറ്റും ഫ്രിക്ഷൻ പ്ലേറ്റും തമ്മിൽ കോണ്ടാക്ട് ഇല്ലാതെയാവും. ആ സമയത്ത് ഈ ഫ്രിക്ഷൻ പ്ലേറ്റും ഫ്ലൈ വീലുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതെയാവും. മനസ്സിലായില്ലേ? ഈ പ്രഷർ പ്ലേറ്റ് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമ്മുടെ നോക്കൂ, ശ്രദ്ധിക്കുക. അതായത് ഇങ്ങോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യണം. ഇങ്ങോട്ടാണ് നമ്മുടെ പെഡൽ ആക്ട് ചെയ്യുന്നത്. പെഡൽ നമുക്ക് ചവിട്ടുമ്പം ഇങ്ങോട്ടാണ് പ്ലേ ഉണ്ടാവുന്ന സമയത്ത് സ്പ്രിങ് ബാക്കിലോട്ട് ഇതിനെ വലിച്ചു കയറ്റും. ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റ്. ഇത് നമ്മുടെ ഫ്രിക്ഷൻ പ്ലേറ്റ്. ഇത് നമ്മുടെ ഫ്രിക്ഷൻ ലൈനിങ്. ഇത് നമ്മുടെ ഫ്ലൈ വീല്. ഓക്കെ. പ്രഷർ പ്ലേറ്റ് ആണ് അതിനെ സാധാരണ നമ്മുടെ ഫ്രിക്ഷൻ പ്ലേറ്റിനെ ഫ്ലൈ വീലുമായിട്ട് ചേർത്ത് വെക്കുന്നത്. നമ്മൾ എപ്പോഴാണ് ക്ലച്ച് ചവിട്ടുന്നത്, ആ സമയത്ത് പ്രഷർ പ്ലേറ്റും ഫ്രിക്ഷൻ പ്ലേറ്റും തമ്മിലുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. ഓക്കെ. ആ സമയത്ത് ഈ ഫ്രിക്ഷൻ പ്ലേറ്റും നമ്മുടെ ഫ്ലൈ വീലുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. ഓക്കെ. ആ സമയത്താണ് നമ്മുടെ എഞ്ചിനിൽ നിന്നുള്ള ടോർക്ക് ഡയറക്റ്റ് ഗിയർ ബോക്സിലേക്ക് പോവാതെ ആവുന്നത്. ആ സമയത്താണ് നമ്മുടെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഇത്രയും സിമ്പിൾ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. എൻഗേജ് ആവുന്ന സമയത്ത് ഫ്രിക്ഷൻ പ്ലേറ്റും പ്രഷർ പ്ലേറ്റും ഫ്ലൈ വീലും തമ്മിൽ കോണ്ടാക്ട് കാണത്തില്ല. അങ്ങനെയാണ് അങ്ങോട്ട് പവർ ട്രാൻസ്മിഷൻ നിൽക്കുന്നത്. ഓക്കെ. എഞ്ചിൻ നേരത്തെ കറങ്ങിക്കൊണ്ടിരുന്ന അതേ RPM തന്നെ ആയിരിക്കും കറങ്ങുന്നത്. ഇനി നമ്മൾ വീണ്ടും ക്ലച്ചിൽ നിന്ന് കാല് വിടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വീണ്ടും പ്രഷർ പ്ലേറ്റ് നേരെ വന്ന് ഫ്രിക്ഷൻ പ്ലേറ്റിന് ഇടിച്ചുകൊണ്ട് നേരെ ചെന്ന് ഫ്ലൈ വീലിൽ ഇടിച്ചു നിൽക്കും. ആ സമയത്താണ് വീണ്ടും കോണ്ടാക്ട് വരുന്നു, വീണ്ടും പവർ ട്രാൻസ്മിഷൻ നടക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ.
ഓക്കെ. ഓക്കെ. ഇതാണ് നമ്മുടെ അറേഞ്ച്മെന്റ്. നോക്കൂ, എഞ്ചിനിൽ നിന്ന് നേരെ വരുന്നു. നമ്മുടെ ഫ്രിക്ഷൻ അറേഞ്ച്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ക്ലച്ച് അറേഞ്ച്മെന്റ് ആണിത്. ഇത് കുറച്ചും കൂടെ ഈസിയർ ഫിഗർ ആണ് കേട്ടോ. അതിൽ നിന്നുള്ള നേരെ എങ്ങോട്ട് പോകും? ഗിയർ ബോക്സ് അല്ലെങ്കിൽ പ്രൊപ്പലർ ഷാഫ്റ്റിലേക്ക് ഇതിന് നേരെ പവർ പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഫോഴ്സ് ഇതിലേക്ക്, അതായത് ക്ലച്ചിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഡിസെൻഗേജ്മെന്റ് സംഭവിക്കുന്നു. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പം എൻഗേജ്ഡ് ആകുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രോസസ്. ഇതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. മൾട്ടി പ്ലേറ്റ് ആണെങ്കിൽ ഇവിടെ പ്ലേറ്റിന് എണ്ണം കൂടുതലായിരിക്കും. അത്രേ ഉള്ളൂ. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം. സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് is smooth in operation. That is engagement and disengagement of clutch is smooth ആണ് ഓപ്പറേഷൻ. സ്ലിപ്പ് കുറവാണ്, പവർ ലോസിൽ കുറവാണ്, ഹീറ്റ് ജനറേറ്റഡ് കുറവാണ്. കാരണം പ്ലേറ്റിന് എണ്ണം കുറവായതുകൊണ്ട് ഹീറ്റ് ജനറേറ്റഡ്, മൾട്ടി പ്ലേറ്റ് വെച്ച് നോക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റഡ് കുറവാണ്. ഓക്കെ. ഓപ്പറേഷൻ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലച്ച് ഇസ് വെരി ഫാസ്റ്റ്. വളരെ സ്പീഡിലാണ് നടക്കുന്നത് പ്രോസസ്സ്. ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ദ കപ്പാസിറ്റി ഓഫ് ദ ടോർക്ക് ട്രാൻസ്മിഷൻ ഈസ് ലെസ്. കാരണം പ്ലേറ്റിന് എണ്ണം കുറവായതുകൊണ്ടാണ്. ദ സൈസ് ഓഫ് ദ ക്ലച്ച് ഇസ് ബിഗ് ഈവൻ ഫോർ ലെസ് ടോർക്ക് ട്രാൻസ്മിഷൻ. സൈസ് കൂടുതലാണ്. ഓക്കെ. അപ്പം അപ്പോഴാണ് വേരിയൻസ് വരുന്നത്. ഇറ്റ് ഈസ് ഡ്രൈ ക്ലച്ച്, സോ ഇറ്റ് ഈസ് യു റിക്വയർഡ് ടു പ്രിവെന്റ് ഇറ്റ് ഫ്രം മോയ്സ്ചർ. ഡ്രൈ ക്ലച്ച് ആണ്. നമുക്ക് ക്ലച്ച് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഡ്രൈ ക്ലച്ച് ഉണ്ട്, വെറ്റ് ക്ലച്ച് ഉണ്ട്. വെറ്റ് ക്ലച്ചിനകത്ത് നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കും ബൈ യൂസിങ് സർട്ടൻ ഓയിൽസ്. ഇനി ചാൻസ് ഓഫ് ടയർ ആൻഡ് വെയർ ഈസ് ഹൈ ഇൻ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസ്. സിംഗിൾ പ്ലേറ്റ് ക്ലച്ചസിന്റെ കേസിൽ നമുക്ക് എന്താ പറയാ, വെയർ ആൻഡ് ടയറിനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ്. ഓക്കെ. സോ വി കം ടു ദ എൻഡ് ഓഫ് ദി സെഷൻ. താങ്ക് യു ഓൾ. നിങ്ങൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക. ഞാൻ ഈ PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നോക്കാം. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ കിട്ടുകയുള്ളൂ. യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടണ്ടേ. പിന്നെ ഇത് പ്രസന്റ് ചെയ്യുന്ന ട്രോൾ KTU ആണ്. സോ നിങ്ങൾ ട്രോൾ KTUവിനോട് വലിയൊരു താങ്ക്സ് പറയേണ്ട കാര്യമാണ്. കാരണം അവർ ഇത്രയും മെനക്കെട്ടിട്ടാണ് അവർ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചേക്കുന്നത്. ഇനിയും വീഡിയോസുമായിട്ട് ഞാൻ തിരിച്ചു വരും. ദിസ് ഇസ് Anantharam GS signing out. Okay. All right.